വീണ്ടും ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. ഈ റിട്രീറ്റിന് എന്നെ ക്ഷണിച്ചതിന് ഉള്ള പ്രത്യേക നന്ദി ഒന്നുകൂടി അറിയിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ റിട്രീറ്റിനായി, ഇന്നത്തെ ധ്യാനത്തിനായി ഒരു ഭാഗം നോക്കിയപ്പോൾ വളരെ സിമ്പിളായ ഒരു ധ്യാനമാണ് ലഭിച്ചത്. ഇന്ന് പാഠമായി പ്രിയപ്പെട്ട നിങ്ങൾ വായിച്ചുവല്ലോ, സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം. പ്രസ്റ്റൺ ബ്രൗൺ എന്ന വ്യക്തി ആ അധ്യായത്തെ പറ്റി എഴുതിയിട്ടുള്ള ചില ചിന്തകൾ വായിക്കുവാനായി ഇടയായി. ന്യൂ ഇയറുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. The 10 New Year resolutions of the wisest man who ever lived എന്നാണ് അത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് അത് മറ്റനേക കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന 10 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് എനിക്ക് തോന്നി. അപ്രകാരം ചെയ്തു. വളരെ ലളിതമായി, ആരുടെയും സഹായമില്ലാതെ ഏത് വിശ്വാസിക്കും ബൈബിൾ തുറന്നു വെച്ച് നമ്മൾ വായിച്ചതായ അധ്യായം 2-3 പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചാൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു അധ്യായമാണ്. സദൃശവാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ജ്ഞാന സാഹിത്യം എന്ന ലിറ്റററി ഫോമിൽ പെട്ടതാണെന്ന്. യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള 5 പുസ്തകങ്ങൾ വിസ്ഡം ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ജ്ഞാന സാഹിത്യം ദൈവം നൽകിയതായ ജ്ഞാനത്തെ ക്രോഡീകരിച്ച് എഴുതപ്പെട്ടതായ സാഹിത്യമാണ്. ഇതിൻ്റെ പ്രത്യേകത, ദൈവം നൽകിയതായ ജ്ഞാനമാണ്, മനുഷ്യന് ദാനമായി ലഭിച്ചതായ ജ്ഞാനമാണ്. എല്ലാം ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജ്ഞാനസാഹിത്യത്തിൽ കൂടുതൽ സലോമോൻ്റെ പേരിലാണ്. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ വളരെ നന്നായി പഠിച്ചവരൊക്കെ പറയും, എല്ലാം ശലോമോനിൽ നിന്നും ഉത്ഭവിച്ചതല്ല എങ്കിലും ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ദ വിസ്ഡം ഓഫ് ദ എൽഡർലി. 100 ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരു ജനതയുടെ ജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതായ ജ്ഞാനമാണ്. നമ്മുടെയൊക്കെ പാരമ്പര്യങ്ങളിൽ, നമ്മുടെയൊക്കെ സംസ്കാരങ്ങളിൽ ഇങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ മുത്തുകളുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ പഴയ വേദങ്ങൾ തൊട്ട് കഴിഞ്ഞുള്ള എത്രയോ സാഹിത്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ജ്ഞാനം അടങ്ങി കിടപ്പുണ്ട്. ഇതിലെ ഒരു വാചകം നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ ബേസിസിൽ മനസ്സിലാക്കി വരണമെങ്കിൽ ചിലപ്പോൾ ഒരു ജീവിതകാലമൊക്കെ ജീവിച്ച് തോൽക്കേണ്ടി വരും. എത്രയോ ആളുകൾ തോറ്റതിൻ്റെ ഒരു ലെസനായി എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും ഒറ്റ വാക്ക്. ഇത് കൈക്കൊള്ളുന്നവർക്ക് വിജയമുണ്ടാകും. 34-35 വാക്യങ്ങൾ അങ്ങനെയാണ് അത് സ്വാംശീകരിക്കുന്നത്. ഭോഷനായോ ജ്ഞാനിയായോ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അനേക കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരുന്നു. വീണു പോയതായ അനേക ജീവിതങ്ങളിൽ നിന്നും ജ്ഞാനികൾ പെറുക്കിയെടുത്ത് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തതായ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എഴുതിച്ചതായ വാക്കുകൾ നമുക്ക് വേണ്ടി നൽകപ്പെടുന്നു. ഇത് തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്, ഡിസേൺമെൻറ്റ് മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ വാതിലിൽ ദൈവം മുട്ടുകയാണ് പുതിയ വർഷത്തിൽ. ഞാൻ പുതിയ വർഷത്തിൽ ജ്ഞാനിയായി ജീവിക്കുമോ, ഭോഷനായി ജീവിക്കുമോ? എല്ലാവർക്കും ഈ ലോകത്തിൽ ജയിക്കുവാൻ വേണ്ടിയാണ് താല്പര്യം. നമ്മൾ ജനിച്ചിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മ എത്ര നമ്മൾ ചെയ്യുന്നത്. വർഷങ്ങൾ ഉരുളി നീങ്ങുന്നു. പിന്നെയും നമുക്ക് പറയുവാനുള്ളത് ഇതുതന്നെയാണ്, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ?
ഞാൻ എത്രയോ നന്മകൾ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു, പക്ഷേ ചെയ്യാതെ തിന്മകൾ ചെയ്ത് എൻ്റെ വർഷങ്ങൾ നീങ്ങുകയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവിനായി പ്രാർത്ഥിക്കാം. വളരെ ലളിതമായ 10 ചിന്തകൾ ഈ ഭാഗത്തിൽ നിന്നും പെട്ടെന്ന് പങ്കുവയ്ക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാ ന്യൂ ഇയർ റെസൊല്യൂഷനുകളും 3 കാറ്റഗറിയിൽ ഉൾപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു. All New Year resolutions will be part of any one of these categories. ഒന്ന് പറയുന്നത് ലോങ്കിവിറ്റി. നമ്മുടെ ശരീരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ദീർഘായുസിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന കുറെ റെസൊല്യൂഷൻസ്. ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ പലതും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഡയറ്റിങ്ങിനെ പറ്റിയുള്ളതായിരിക്കാം, എക്സർസൈസിനെ പറ്റിയുള്ളതായിരിക്കാം, ശരീരത്തെ ക്രമപ്പെടുത്തുന്നതിനെ പറ്റിയുള്ളതായിരിക്കാം, ഹെൽത്തിനെ സംബന്ധിച്ചുള്ളതായിരിക്കാം, ചില ശീലങ്ങളെ പറ്റി ഉള്ളതായിരിക്കാം, നമ്മുടെ ആയുസ്സും നമ്മുടെ ഭംഗിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഉള്ളതായിട്ടുള്ള. രണ്ടാമത്തേത്, പലപ്പോഴും പല തീരുമാനങ്ങളും പുതിയ വർഷത്തിലൊക്കെ ആളുകൾ, പ്രത്യേകിച്ച് ആത്മീകരായ ആളുകളായിരിക്കണമെന്നില്ല, സാധാരണക്കാരായ ലൗകികരായിട്ടുള്ള ആളുകളൊക്കെ എടുക്കുന്ന തീരുമാനം പലതും പ്രോസ്പെരിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഈ വർഷം പ്രവേശിക്കുവാനായി പോകുന്നതായ വർഷം എങ്ങനെ പൊന്നു വിളയുന്ന വർഷമാക്കി തീർക്കാനായിട്ട് സാധിക്കും, എങ്ങനെ ചെലവുകൾ ചുരുക്കുവാനായിട്ട് സാധിക്കും, എങ്ങനെ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ഊന്നൽ നൽകുന്നതൊക്കെ അവിടെയാണ്, എങ്ങനെ ചെലവുകൾ ചുരുക്കുവാനായിട്ട് സാധിക്കും, എങ്ങനെ ആദായം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും, കൂടുതൽ കാര്യക്ഷമതയോടെ എങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും, വളരെ വിവേകത്തോടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും, എങ്ങനെ വേസ്റ്റ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ള ചിന്തകൾ. അത് മനുഷ്യ ജീവിതത്തിലും അതുതന്നെയാണ്. ഒന്ന് ലോങ്കിവിറ്റി, മറ്റൊന്ന് പ്രോസ്പെരിറ്റി, മറ്റൊന്ന് പീസ്. എങ്ങനെ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. പലരും തീരുമാനങ്ങൾ എടുക്കും, ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. ഞാൻ ഇനിയും തൊട്ട് വാക്കുകൾ കുറയ്ക്കും എന്നൊക്കെ തീരുമാനം എടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയും ദേഷ്യം അങ്ങ് ഉപേക്ഷിക്കുകയാണ്. വളരെ സൗമ്യമായി മറ്റുള്ളവരുമായി പെരുമാറും. പണ്ടൊരിക്കൽ ഒരു അമ്മച്ചി കാശിയിൽ പോയി വന്ന ഒരു കഥ കേട്ടു. അമ്മച്ചി കാശിയിൽ പോയപ്പോൾ അവിടെ ഒരു റെസൊല്യൂഷൻ എടുക്കണമെന്ന് അമ്മച്ചിക്ക് തോന്നി. എന്തെങ്കിലും ഒന്ന് ഗംഗാ നദിയിൽ ഉപേക്ഷിക്കണം എന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ദേഷ്യം ഉപേക്ഷിക്കുകയാണ്. ഭയങ്കര ദേഷ്യക്കാരിയാണ് അമ്മച്ചി. തിരികെ വന്നപ്പോൾ കൊച്ചുമകൾ ചോദിച്ചു, അമ്മച്ചി എന്താണ് ഗംഗാനദിയിൽ ഉപേക്ഷിച്ചത്? പറഞ്ഞു, ഞാൻ എൻ്റെ കോപം ഗംഗാനദിയിൽ ഒഴുക്കി വിട്ടു, ഇനി എനിക്ക് കോപമില്ല. കൊച്ചു കുട്ടികളല്ലേ, ആവർത്തിച്ച് ചോദിച്ചു, എന്താ അമ്മച്ചി, എന്താണ് ഉപേക്ഷിച്ചത്, എന്താണ് ഉപേക്ഷിച്ചത്? പിന്നെ ചോദിച്ചു, നിന്നോടല്ലേ കോപമാണ്. എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്, കോപമാണ് ഉപേക്ഷിച്ചത്. വളരെ കോപത്തോടെ. പലപ്പോഴും നമ്മുടെ റെസൊല്യൂഷനുകളൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നതാണ്. ലോങ്കിവിറ്റി, പ്രോസ്പെരിറ്റി, പീസ്, ഈ 3 ഭാഗങ്ങളായി ഉൾപ്പെട്ട് നിൽക്കുന്ന അനേക റെസൊല്യൂഷൻസ്, അനേക തീരുമാനങ്ങൾ. വ്യക്തമായി ചിലരൊക്കെ പറയുമായിരിക്കും, എനിക്ക് പ്രത്യേകിച്ച് റെസൊല്യൂഷൻസ്, ഞാൻ എല്ലാ വർഷവും ഒരുപോലെ കാണുന്നു, എനിക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല. പക്ഷേ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ വർഷം ദൈവം നമുക്ക് ദാനമായി തരുന്നു. പുതിയ ചില തീരുമാനങ്ങളോടെ, പുതിയ ചില ദർശനങ്ങളോടെ. ഇന്നലെ നമ്മൾ ദർശനത്തെ പറ്റിയാണല്ലോ ചിന്തിച്ചത്. ദർശനമുള്ള ജീവിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. പുതിയ ചില തീരുമാനങ്ങളോടെ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും യാതൊരു എക്സ്പ്ലനേഷനും ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഈ ജ്ഞാന സാഹിത്യത്തിൻ്റെ ഈ പ്രത്യേകമായ ജ്ഞാനം നിറഞ്ഞ അധ്യായത്തിൽ എല്ലാം വളരെ അടുക്കി ചിട്ടയോടെ അതതിന് തന്നെ എക്സ്പ്ലനേഷൻ നൽകുന്ന വിധത്തിൽ എഴുത്തുകാരൻ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളതിലേക്ക് ഒന്ന് പ്രവേശിച്ച് പെട്ടെന്ന് ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തേത്, ഇത് നമുക്ക് മനസ്സിലാക്കുവാനായി ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ബൈബിളിൽ 1 മുതൽ 10 വരെയും ചെറിയ ഡോട്ട്സ് ഇട്ട് 10 വരെ നമ്പർ എഴുതി വെച്ചു. ഞാൻ എൻ്റെ ഒരു തീരുമാനമായിട്ട് ഈ വർഷം പല പ്രാവശ്യം ഇതൊന്നും കൂടി വായിക്കുകയും ഇതിലെന്തൊക്കെ എനിക്ക് ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് നോക്കണം എന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യുന്നത് നല്ലതാണ്. ബൈബിളിൽ വരയ്ക്കുവാനായി പ്രയാസമുള്ളവർ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെക്കുവാൻ, മനസ്സിൽ നല്ല ഓർമ്മശക്തിയുള്ളവർ മനസ്സിലൊന്ന് കുറിച്ചു വെക്കുവാൻ ആയിട്ട് ഇടയാകട്ടെ. വളരെ സിമ്പിളാണ്.
ഇതിനകത്ത് ആകെ പ്രയാസമുള്ളത് ഒറ്റ കാര്യത്തിലാണ്, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള പ്രയാസം മാത്രമാണ്. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. ബൈബിളിലെ പല നല്ല കാര്യങ്ങളും വളരെ വളരെ സിമ്പിളാണ്. പക്ഷെ ആകെ പ്രയാസമുള്ളത് ഇത് നടപ്പിലാക്കുന്ന കാര്യത്തിലുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത് ദയയും സത്യവും നിന്നെ വിട്ടുപോകരുത്. ലെറ്റ് ലവ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് നെവർ ലീവ് യു. പുതിയ വർഷത്തിൽ നമ്മളോട് തന്നെ പറയാനായിട്ട് ശ്രമിക്കാം, ഈ വർഷം ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. ദയയും വിശ്വസ്തതയും ഉള്ളവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് പുതിയ വർഷത്തിൽ സാധിക്കട്ടെ. എന്താണ് വിശ്വസ്തത? പ്രസംഗത്തിന് തൊട്ട് മുമ്പുള്ള പാട്ടിൽ പല ആവർത്തി നമ്മൾ വിശ്വസ്തത എന്ന വാക്ക് ഉപയോഗിച്ചു. ദൈവത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ദൈവമക്കളെ പറ്റി പറയുമ്പോഴും അത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത. ദൈവമക്കളുടെ സ്വഭാവമായി തീരട്ടെ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. ഒന്ന് പറഞ്ഞാൽ അതിനോട് ക്ലിങ് ഓൺ ചെയ്യുന്നതായ സ്വഭാവം. ഒന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ നിൽക്കുന്നതായ സ്വഭാവം. ദയയും വിശ്വസ്തതയും ഉള്ളവരായി നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നു. വിശ്വസ്തരായ സഭ, വിശ്വസ്തരായ സമൂഹം എന്നൊക്കെ ദൈവമക്കളെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ അനേക പരാമർശങ്ങൾ കാണുവാനായിട്ട് സാധിച്ചു. ദൈവവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ വിശ്വസ്തതയെ പറ്റി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി സഭയെ ചിത്രീകരിക്കുമ്പോൾ ഒരു കൽമഷമില്ലാത്തതായ മണവാട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വിശ്വസ്തതയെ പറ്റിയൊക്കെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തതയും ദയയും ഉള്ളവരായി. ഇതിനധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. എന്താണ് ദയ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീത്തോസ് തിരുമേനി നമ്മുടെ കോൺഫറൻസിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നപ്പോൾ ദയയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, കണ്ണ് കാണുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, കരയുവാനും കൂടി ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ടൊരു സംഭവം നടന്നു. ഹാഗർ ഫണ്ട് എന്നൊരു ഫണ്ടുണ്ടല്ലോ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് പണം ലഭിച്ചു. ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയുള്ള അപേക്ഷകൾ ധാരാളം, നൽകുവാൻ സാധിക്കുന്നതിൽ 2-3 മടങ്ങ് അപേക്ഷകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സേവികാ സംഘത്തിൽ നിന്നുള്ള കുറച്ച് സീനിയർ ആൻറ്റിമാരൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അതിലൊരു ആൻറ്റി, ഞാൻ വളരെ ആദരവോടെ കാണുന്നതായ ഞങ്ങളുടെ പള്ളിയിലെ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ആൻറ്റി, ഈ എഴുത്തുകൾ വായിക്കുമ്പോൾ നാട്ടിലുള്ള വിധവമാരായ ആളുകളുടെ പ്രയാസങ്ങളെ അവർ വിവരിച്ച് എഴുതുന്ന വായിക്കുമ്പോൾ ഓരോ എഴുത്തും സമയം ലാഭിക്കാൻ വേണ്ടി 3-4 പേരുള്ളപ്പോൾ 4 എഴുത്ത് 4 പേരുടെ കയ്യിലായിട്ട് ഓടിക്കുമ്പോൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് വായിക്കുകയാണ്. എല്ലാവരും വായിച്ചു വിടുന്നു, ഞങ്ങൾ ഉൾപ്പെടെ. പക്ഷേ ഈ ആൻറ്റി ഈ എഴുത്തുകൾ വായിക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ്. എന്താണ്, ഞാൻ പലപ്പോഴും വിചാരിച്ചു, 40 വർഷമായിട്ട് ഈ സുഖത്തിലും ഈ സൗകര്യങ്ങളിലും കഴിയുന്നതായ ഈ ആൻറ്റി കണ്ണുനീരുളവാക്കുന്നത് എന്താണ്? ചിലപ്പോൾ 40 വർഷത്തിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ദാരിദ്ര്യത്തെ പറ്റിയോ പ്രയാസത്തെ പറ്റിയോ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരിക്കും. പലപ്പോഴും ദൈവം നല്ല സ്ഥിതിയിലൊക്കെ ആക്കുമ്പോൾ ദയയൊക്കെ മറന്ന് ഞാൻ എന്ന ചിന്ത മാത്രമുള്ള സ്വാർത്ഥ തൽപരരായി നമ്മൾ പോകുന്നുണ്ട്. ദയയെ മറന്ന് ജീവിക്കുവാനായിട്ട് പുതിയ വർഷത്തിൽ നമുക്ക് ഇടയാകാതിരിക്കട്ടെ. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അതിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് എഴുതിക്കൊള്ളുക. നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ ദയയുടെയും വിശ്വസ്തതയുടെയും വാക്കുകൾ എഴുതപ്പെട്ട യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, ഇടവകയിൽ, നമ്മുടെ ഭവനത്തിൽ,
കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെ ദയയുള്ളവരായി വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ സാധ്യമാകട്ടെ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ തീരുമാനം നമുക്ക് മുറുകെ പിടിക്കാം. ദയയും വിശ്വസ്തതയും എന്നെ വിട്ടുപോകരുത്. 2-ാമത്തെ തീരുമാനം 5-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ദിസ് ഇസ് അഗൈൻ വെരി സിമ്പിൾ. ഒരു പുതുമയുമില്ലാത്തതായ ഒരു തീരുമാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് ഒന്ന് ശ്രദ്ധിച്ച് നിർത്തി വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാൻ. അത് കഴിഞ്ഞതിൻ്റെ വിവരണം പറയുന്നുണ്ട്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. വളരെ നോളജ് റിച്ച് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നോളജ് കൂടുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു സ്വഭാവമാണ് ഒരു ആർഗ്യുമെന്റേറ്റീവ് മൈൻഡ്. പഴയ കാലത്ത് നമുക്ക് അറിവിനുള്ള സ്രോതസ്സുകളും ഒക്കെ വളരെ കുറഞ്ഞിരുന്നതായ സമയത്ത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ അത് സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇടവകയിൽ അല്ല ഒരു നാട്ടിലൊക്കെ ചിലപ്പോൾ അന്നുണ്ടായിരുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ നാളുകൾ മുമ്പൊക്കെ ജീവിച്ചിരുന്ന അച്ഛന്മാരൊക്കെ ഒരു നാട്ടിൽ ഒരു സാറോ ഒരു സ്കൂൾ ടീച്ചറോ അല്ലെ അവിടെ ജീവിക്കുന്ന ഒരു അച്ഛനോ ഒക്കെ ഉള്ളൂ വിദ്യാഭ്യാസം. ബാക്കി എല്ലാവരും വളരെ നോളജ്. ഇന്ന് സമൂഹം അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും അറിവുകളുണ്ട്, നമുക്കെല്ലാവർക്കും നോളജ് ഉണ്ട്, വിവേകമുണ്ട് എന്ന് നമ്മൾ കരുതുന്നു. പലപ്പോഴും അത് വിവേകമല്ല, ചില അറിവുകൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വിവേകമുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സമയം വരുമ്പോൾ, സംസാരിക്കേണ്ടതായ സമയം വരുമ്പോൾ നമ്മുടെ വിവേകത്തെ ദൈവസന്നിധിയിൽ ഒന്നുമല്ലാത്തത് എന്ന് കരുതിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനും സംസാരിക്കുവാനും ദൈവത്തിൻ്റെ ശക്തിയിൽ യഹോവയിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് പുതിയ വർഷത്തിൽ സാധിക്കട്ടെ. പലപ്പോഴും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സഭാ ജീവിതത്തിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് മനുഷ്യർ അവരവരുടെ വിവേകത്തിൽ ഊന്നുന്നതല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായി ഇരിക്കുന്നു. ഏറ്റവും വിവേകത്തിൽ ഊന്നുവാൻ അവസരമുള്ളതായ ഒരു വ്യക്തിയാണ് ഇത് എഴുതുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എത്ര വിനയപ്പെടുവാനായിട്ട് സാധിക്കും. ഈ ലോകം കണ്ടതിൽ വളരെ ജ്ഞാനിയായ മനുഷ്യൻ നമ്മോട് പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇന്ന് നമ്മളിൽ തന്നെ നമ്മുടെ വിവേകത്തിൽ തന്നെ ഊന്നുവാനായി മാടി വിളിക്കുന്ന അനേക അംശങ്ങൾ ജീവിതത്തിലുള്ളപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ പറയാം, തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ ശക്തിയിലോ എൻ്റെ വിവേകത്തിലോ ആശ്രയിക്കാതെ പൂർണ്ണമായി യഹോവയിൽ ആശ്രയിക്കുവാനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. പുതിയ വർഷത്തിലെ ചെറുതും വലുതുമായ എല്ലാ ജീവിതാനുഭവങ്ങളിലും, എടുക്കേണ്ടി വരുന്നതായ എല്ലാ തീരുമാനങ്ങളിലും, നടക്കേണ്ടി വരുന്നതായ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയാകട്ടെ. 20-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കുള്ള പലതിലും ആശ്രയിക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ ലോകത്തിൽ യഹോവയിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കുവാനായി പുതിയ വർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. യഹോവയിൽ പൂർണ്ണമായി ആശ്രയിക്കാം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം ബലത്തിൽ ഊന്നാതെ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ യഹോവയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ജീവിതങ്ങൾ ആയിത്തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. God as the first resort and God as the last resort എന്ന രണ്ട് ചിന്താഗതികളുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ദൈവം ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് മനുഷ്യർ പലപ്പോഴും കാണാറുള്ളത്. മറ്റു പലതിനെയും ആശ്രയിച്ച് സാധിക്കാതെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരുവാനുള്ള ഒരു ആശ്രയഗിരിയായിട്ടാണ് മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ കാണുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതം തൊട്ട് നമ്മൾ കാണുന്നതായ ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ വിവേകത്തിൽ ഒക്കെ ഊന്നി പ്രശ്നങ്ങളൊക്കെ കൈവിട്ട് പോകുന്നതായ സന്ദർഭത്തിൽ
ദൈവസന്നിധിയിൽ കൊണ്ടുവരാനായിട്ടല്ല. ഈ വർഷത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം നമുക്കില്ലല്ലോ, വാഗ്ദത്തം ചെയ്യപ്പെടുന്നില്ലല്ലോ. ഓരോ ദിവസവും ആരംഭിക്കുന്നത് ചെറുതും വലുതുമായ ചില പ്രശ്നങ്ങളിലായിരിക്കും. എല്ലാറ്റിലും ദൈവത്തിൽ ഊന്നുവാൻ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവാശ്രയം, വിശ്വാസം, ഇതിനെപ്പറ്റി ഒരു ട്രൈബൽ ലാംഗ്വേജിൽ ബൈബിൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക്, വിശ്വാസത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള വാക്ക് ലഭിക്കുന്നില്ല. എന്താണ് അവിടെ എഴുതേണ്ടത് എന്ന് ഈ ട്രാൻസ്ലേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന മിഷണറി വളരെയധികം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അതിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്. ആ മിഷണറി അവസാനം അവരുടെ ഭാഷയിൽ വിശ്വാസത്തിന് ഉള്ള യഥാർത്ഥമായ വാക്ക് അവിടെ ലഭ്യമായിരുന്നില്ല. ചില ഭാഷകളൊക്കെ വളരെ ഡ്രൈ ആണ്, വാക്കുകൾ അധികം ഇല്ല അവിടെ ഉപയോഗിച്ചത്. അവർ പൂർണ്ണമായി ചാരി കിടക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു ചെറിയ വള്ളി കൊണ്ട് കെട്ടിയ കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ പേരാണ് ആ ബൈബിളിൽ വിശ്വാസം എന്ന്. പൂർണ്ണമായി ചാരി കിടക്കുന്നതായ അനുഭവം, ഒരു ഭാരവും സ്വന്തം കാലിൽ വയ്ക്കാതെ പൂർണ്ണമായി ചാരി കിടക്കുന്നതാണ് വിശ്വാസം എന്ന അർത്ഥത്തിൽ. ആ കട്ടിലിൻ്റെ പേരാണ് അവിടെ വിശ്വാസത്തിന് പര്യായമായി ആ ബൈബിളിൽ ട്രൈബൽ ലാംഗ്വേജിൽ ഉപയോഗിച്ചത് എന്ന് വായിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പലപ്പോഴും ദൈവസന്നിധിയിൽ എല്ലാം ഫലമേൽപ്പിക്കാതെ നമ്മളെ കൊണ്ട് ഒക്കുന്നതൊക്കെയും ചെയ്തിട്ട് ഒരു ഭാഗം മാത്രം ദൈവത്തിന് ഏൽപ്പിക്കുന്നതായ രീതിയിൽ നിന്നും മാറുവാനും പൂർണ്ണമായി യഹോവയിൽ ആശ്രയിക്കുവാൻ പുതിയ വർഷത്തിൽ നമുക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി, ഡു നോട്ട് ബി വൈസ് ഇൻ യുവർ ഓൺ ഐസ്. ഇത് എന്നെയും നിങ്ങളെയും ഒക്കെ ഉദ്ദേശിച്ച് ദൈവം എഴുതി വെച്ചിട്ടുള്ളതായ ഒരു വാക്യമാണ്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. എത്ര ശ്രേഷ്ഠമായ ഒരു വാക്യമാണ്. വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് തന്നെ നമ്മൾ ജ്ഞാനിയായി തോന്നാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ തോന്നിപ്പോകും, ഞാൻ എത്ര വലിയവനായിപ്പോയി, ഞാൻ എന്തൊക്കെയോ നേടിയിരിക്കുന്നു, ഞാൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിരിക്കുന്നു, എനിക്ക് ദൈവം എത്രയോ അറിവുകൾ നൽകിയിരിക്കുന്നു. പലപ്പോഴും നമ്മെ തന്നെ ജ്ഞാനിയായി മനസ്സിലാക്കുവാൻ അല്ലെ കരുതുവാൻ തോന്നുവാൻ സാധ്യത ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സയൻസ്, ടെക്നോളജി അതിൻ്റെ